UDF സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യം നേരിട്ട അഗ്നിപരീക്ഷയാണ് എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്ത് ഉന്നതിയിലെ ഭൂമി പ്രശ്നം. ഇവിടെ താമസിക്കുന്ന 8 കുടുംബങ്ങളെ ഒഴിപ്പിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞയാഴ്ച അഭിഭാഷക കമ്മീഷൻ പോലീസുമായി സ്ഥലത്തെത്തി ഒഴിപ്പിക്കലിന് ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി. ഒഴിപ്പിക്കൽ എതിർത്ത താമസക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉൾപ്പെടെ പോലീസിന്റെ മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായതും നാം കണ്ടതാണ്. ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെട്ട് പോലീസ് നടപടി നിർത്തിവെപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ റോജി എം ജോണിനെ ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തി. അങ്ങനെ 23-ന് നടക്കേണ്ടിയിരുന്ന ഒഴിപ്പിക്കൽ ഒഴിവാക്കി. തുടർന്ന് വിഷയത്തിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാരിന് തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഒഴിപ്പിക്കലിന് 2 ആഴ്ച സാവകാശം അനുവദിച്ചതാണ് ഏക ആശ്വാസം. ഒഴിപ്പിക്കലിനുള്ള സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ അതിൽ ഇടപെടാനില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. താമസക്കാരെ കുടിയൊഴിപ്പിച്ചേ തീരുവെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇനി 2 ആഴ്ചയ്ക്കുള്ളിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരം കാണുകയാണ് സർക്കാരിന് മുന്നിലുള്ള ഏക വഴി. കുടിയിറക്കിയാൽ പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി റോജി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഇറങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് 7 ദളിത് കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള 8 കുടുംബങ്ങൾ. 2 ഏക്കർ 92 സെന്റ് ഭൂമിയാണ് കേസിൽപ്പെട്ടിരിക്കുന്നത്. 5 പതിറ്റാണ്ടിലേറെയായി കാളു കുറുമ്പനും തലമുറകളുമാണ് ഇവിടെ താമസിക്കുന്നത്. കാലങ്ങളായി കുടികിടുപ്പുകാരാണെങ്കിലും പട്ടയമടക്കമുള്ള ഉടമസ്ഥാവകാശ രേഖയില്ല. ഭൂമി തൻ്റേതാണെന്ന് കാണിച്ച് ശങ്കരൻ നായർ എന്ന വ്യക്തി 1984-ൽ പെരുമ്പാവൂർ മുനിസിഫ് കോടതിയെ സമീപിച്ച് അനുകൂല വിധി വാങ്ങി. താമസക്കാർ സുപ്രീം കോടതി വരെ പോയെങ്കിലും അനുകൂല വിധി ലഭിച്ചില്ല. ഇതാണ് ഇപ്പോൾ ഒഴിപ്പിക്കലിൽ എത്തി നിൽക്കുന്നത്. അത് വി ഡി സതീശൻ സർക്കാരിന് ഇപ്പോൾ വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. എന്തായാലും വിഷയം സർക്കാരിനെതിരായ ആയുധമാക്കാനുള്ള നീക്കത്തിലാണോ പ്രതിപക്ഷം? പോലീസുമായി സംഘർഷമുണ്ടായ ദിവസം തന്നെ CPM നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങി. MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥലത്തെത്തി സമരക്കാർക്ക് പിന്തുണ നൽകുകയാണ്. കഴിഞ്ഞ 10 വർഷവും വിഷയത്തിൽ യാതൊരു പരിഹാരവും കണ്ടെത്താൻ ഈ CPMന് കഴിഞ്ഞിരുന്നില്ല. ആകെ അവർ ചെയ്തത് ഒഴിപ്പിക്കലിനെത്തിയപ്പോഴൊക്കെ അത് തടഞ്ഞു എന്നത് മാത്രമാണ്.